അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിറ്റേന്ന് പുലർച്ചെ തന്നെ പുത്തൻവീട് തറവാടിൻ്റെ അടുക്കള സജീവമായി. അത് തഹജ്ജുദ് നമസ്കാരവും സുബഹി നമസ്കാരവും എല്ലാം കഴിഞ്ഞ് അതാ നുസൈബ അടുക്കളയിലെത്തി. അല്ലെങ്കിലും അവൾ തന്നെയാണ് ആദ്യം എത്താറുള്ളത്. അപ്പോഴേക്കും മിസ്രിയും ഓടിയെത്തി. ഇത്ത അപ്പോഴൊക്കെ അടുക്കളയിലേക്ക് ഇറങ്ങിയോ? അതിനെന്താ മോളെന്തിനാ ഇപ്പം തന്നെ വന്നത്? അല്ല, ഞാൻ കുറച്ച് ഖുർആൻ ഓതി അവിടെ ഇരിക്കുകയായിരുന്നു. അതിനെന്താ, മോള് പോയിക്കോ. ഞാൻ പിന്നെ എന്താന്നോ, കുട്ടിയൊക്കെ ഉണരുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് ആക്കി വെച്ചാൽ ഇന്ന് എനിക്കാണെങ്കിൽ ക്ലാസ്സിനും പോകാനുണ്ട്. സാർ എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം കുറേ ആയിരപ്പോൾ ഇത് ഉമ്മാൻ്റെ ആഗ്രഹമാണ് MBBS എന്നുള്ളത്. ഇനിയിപ്പോൾ ആയി തുടങ്ങിയില്ലേ. എന്തായാലും ഒരുപാട് ഓൺലൈൻ ക്ലാസ്സാണ് അവരെനിക്ക് തരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഓഫ്ലൈന് വല്ലപ്പോഴൊക്കെ, പിന്നെ സാറ് വീഡിയോ റെക്കോർഡൊക്കെ എടുത്തിട്ടാണ് വിട്ടു തരുന്നത്. എന്തായാലും അങ്ങനെ ഒരു സാറിനെ കിട്ടിയത് നല്ലതില്ലേ? അതേ മോളെ, പറയാണ്ടോ എന്താണോ, ഓരോ കോളേജിൽ തന്നെ ചേർന്നില്ലേ, ഇത്ര റാങ്കൊക്കെ കിട്ടി. അതുകൊണ്ട് തന്നെ സാറിന് ഭയങ്കര ഒരു ഇതാണ്. പിന്നെന്ന് വെച്ചാൽ ഓൺലൈൻ ആയാലും ഒക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും പ്രാക്ടിക്കലായിട്ടും തിയറിയൊക്കെ ആയിട്ടാകുമ്പോഴേ നമ്മൾ അവിടെ പോയി പഠിക്കണേന് ഒക്കൂല. പിന്നെ പുത്തൻവീട് തറവാട്ടത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളെ കാണുമ്പോഴേ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് പോകാനും തോന്നൂരല്ലേ. പാവാണ് ഉമ്മാൻ്റെ സ്ഥിതിഗതികളൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പ്രശ്നമാണ്, പ്രയാസമാണ്. എന്നാൽ അറിയാതെ അതാ ഫസീല ഉറങ്ങിപ്പോയിട്ടുണ്ട്. നവാസ് എഴുന്നേറ്റിട്ടുണ്ട്. പാവം ഉറങ്ങിക്കോട്ടെ, ക്ഷീണം കൊണ്ടായിരിക്കും. അത് സുബഹി ബാങ്ക് കൊടുക്കുന്നുണ്ട്. തഹജ്ജുദ് പോയി. ഇനിയിപ്പോൾ ഫസി ഇക്ക, ഓഹ് അല്ല, നേരെ ഒരുപാടായോ? വെളിച്ചം വെച്ച് പഠിച്ചോനെ, എൻ്റെ സുബഹി തെറ്റിയോ? ഇല്ല, സുബഹി ബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ. അല്പസമയം കഴിഞ്ഞിട്ടുള്ളൂ. തെറ്റിയിട്ടൊന്നുമില്ല. എഴുന്നേൽക്ക്. അല്ല പഠിച്ചോനെ. അവൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി. അത് ഉളുഹ് ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു. അടുക്കളയിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അതെ, അല്ലാ, നുസൈബയൊക്കെ എണീറ്റിക്കണ തോന്നുന്നുണ്ട്. പാവമാണ്, ഞാനിങ്ങനെ ഒന്നും കൂടിക്കൊടുക്കാതെ നിൽക്കുക. അവൾ പെട്ടെന്ന് തന്നെ നിസ്കരിച്ച് അതാ ഖുർആൻ കുറച്ച് ഓതി വേഗം അടുക്കളയിലേക്ക് ഓടി. പെട്ടെന്ന് തന്നെ അത് അവൾ പറഞ്ഞു, ഇത്ത എന്തിനാ ഇപ്പം തന്നെ വന്നത്? പോയി കിടന്നോളി, കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇങ്ങോട്ട്. മോളെ, ഞാൻ കിടന്നാലിപ്പോൾ ഇങ്ങനെ ശരിയാവുമോ? നിങ്ങളൊക്കെ ഇവിടെ അടുക്കളയിൽ മിസ്രിയെ മോളെ. ഇത്താത്ത, ഞാൻ വിചാരിക്കും ഒരു ദിവസമെങ്കിലും സുബഹിക്ക് അടുക്കളയിലേക്ക് എനിക്ക് കയറണമെന്ന്. പക്ഷെ അപ്പോഴേക്കും എപ്പോഴും എന്നെ നുസിത്ത് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും വരുമ്പോഴേക്കും അവരെത്തിയിട്ടുണ്ടാകും. ഞാൻ വിചാരിക്കും ഒരു ദിവസമെങ്കിലും നേരത്തെ ഫസ്റ്റ് ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെക്കണം, ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് വിചാരിക്കും. എവിടെ, അപ്പോഴേക്കും നുസിത്തതാ ഉമ്മാക്കുള്ള ചായയുമായിട്ട് പോയിട്ടുണ്ടാവും. ഉമ്മ നിസ്കാരപ്പായിൽ ഇരിക്കുമ്പോഴേ നുസി ചായയുമായിട്ട് പോകും. അപ്പം തന്നെ എനിക്ക് ഉറപ്പാണ് ഒരു ദിവസം എനിക്ക് ആ സ്ഥാനം കിട്ടൂല. മോളെ, അതിനിപ്പോൾ എന്താ, ആര് ചായ കൊടുത്താലും എന്താ. ഞാൻ പിന്നെ എന്താന്നോ, വേഗം അറിഞ്ഞാൽ പിന്നെ കെടുക്കൂല. വേഗം ഞാൻ എണീറ്റിട്ട് അതിനങ്ങോട്ട് പോകും. അല്ലെങ്കിൽ എന്താന്നോ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പിന്നെ അറിയാതെ ഉറങ്ങിപ്പോയാലേ പഠിച്ചോനെ. അതിപ്പോൾ അതുമില്ല, ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കുറച്ച് നേരത്തെ എണീറ്റ് എന്താന്നോ, എനിക്ക് കോളേജിൽ പോകണം. അതാണ് മക്കളെ. മാഷാ അല്ലാ. എന്നാന്നാവും ഡോക്ടർ നുസൈബ ഷമ്മാസ് ആയി തീരുക. അത് കാണാൻ വല്ലാത്തൊരു കൊതിയുണ്ട്. പെട്ടെന്ന് ഉമ്മ വിളിക്കുന്നു, മോളെ നുസിയേ. ഉമ്മ. നുസിയേ. എടി കുഞ്ഞേ. അപ്പോഴേക്കും മിസ്സിരി ഓടിയെത്തി. നുസി എവിടെ ഡി? എന്നാ ഉമ്മാക്ക് ഇതൊക്കെ കൂടി മാണ്ടേക്കാടിയൊക്കെയാണ് കൊണ്ടുപോകാൻ പറഞ്ഞോളൂ. വെറുതെ തണുക്കണ്ടല്ലോ, എന്നാണ് കൊണ്ടേക്കോ മോളെ. നുസിയേ. ഉമ്മ എന്തിയാ അപ്പം നിങ്ങൾ തിന്നീലേ? അല്ല മോളെ, ഇപ്പോൾ ഈ 2 മുട്ടയും പഴമൊക്കെ അവിടെ തിന്ന് ഇന്നേരം ഇപ്പോൾ കൊടന്ന് വെച്ച ഉമ്മാക്ക് കഴിയൂലടി. ഡോക്ടർ പറഞ്ഞിക്കണ വെച്ചിട്ട് മുട്ടയും പഴം നിന്നും 2 ഒന്നും തിന്നാൻ കഴിയൂല. ഒരെണ്ണം ഞാൻ തിന്നിക്കണേ. അത് മതി. പിന്നെ പഴമൊന്നും ഇനിയിപ്പോൾ മാണ്ട. തിന്നോളി, നിങ്ങളെല്ലാവരും കൂടി തിന്നോളി. അതിലുണ്ടാവില്ല ബൂസ്റ്റിൻ്റെ പൊടി. കുഞ്ഞേ, ആ ബൂസ്റ്റിൻ്റെ പൊടി എടുത്തുകാണ്ടേ എല്ലാവർക്കും കൂടെ കാച്ചി കുടിച്ചോളി. ഒക്കെ ഇനിയിപ്പോൾ എത്തിനകത്തൊക്കെ അതൊക്കെ കണ്ട് കുടിച്ചോളി. അപ്പോഴേക്കും അതാ നുസൈബ സെമീറക്കുള്ളതും കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷേ സെമീറ പറഞ്ഞു, നുസി, ഇനി മുതൽ എൻ്റെ റൂമിലേക്ക് നീതുമായി വരരുത് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരണ്ടേ, നീ ഒരിക്കലും ഞാൻ അങ്ങോട്ട് കൊണ്ടുവരരുത്. അതിനെന്താ, ഇതെനിക്ക് സന്തോഷേ ഉള്ളൂ. അതെ, അവർക്ക് കിട്ടിയ സെമീറക്ക് കിട്ടിയ ഒരുപാട് ബൂസ്റ്റും ഒരുപാട് ഹോർലിക്സും ഒക്കെ
ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐഷുമ്മ പറയും, മക്കളെ അതൊക്കെ ഉണ്ട് കലക്കി കുടിച്ചുകൂടെ മക്കളെ, വെറുതെ കേട് വരുത്തണ്ടല്ലോ. എത്രങ്ങാനും കാടമുട്ടയാണ് ഓരോരുത്തരും കൊടുന്നിക്കണ്. കാടമുട്ടായിട്ടും ബൂസ്റ്റായിട്ടും മറ്റേ മുട്ടായിട്ടും ഫ്രിഡ്ജൊക്കെ നിറഞ്ഞിക്കണ്. അതിപ്പോൾ ഈ പെറ്റെടുക്കുന്ന പോലത്തെ നെയ്യും ലേഹിയും എല്ലാം കണ്ടമാനം ഉണ്ടാവുമല്ലോ. അതോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ സമീറ പറഞ്ഞു, അതെ എല്ലാവരും ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കഴിച്ചോളിട്ടോ, വെറുതെ കേട് വരുത്തണ്ടല്ലോ. അവിടെ പോയാൽ ഞാൻ അതൊന്നും എനിക്കൊന്നും വലിയൊരിതൊന്നുമില്ല. നുസിയെ എല്ലാവർക്കും കൊണ്ട് കലക്കിക്കളന്നാലത് പാലുണ്ടല്ലോ എമ്പാടും, പാലും ആണ്ട് കൂട്ടിക്കാണ്ട് ആണ്ട് കലക്കിക്കൂടെ. എന്നിട്ട് പിന്നെ കുറച്ച് മുട്ടയൊക്കെ പുഴുങ്ങിക്കും, എല്ലാവരും തിന്നൂടി മക്കൾ. ഇതിങ്ങനെ പാത്തിച്ചിട്ട് ഇപ്പം എന്താ, പെറ്റെടുക്കുന്ന ഓളേതാന്ന് തിന്നൂല, ഓൾക്ക് മടിയാണ് അതൊക്കെ. ഓൾ ഒരു 2 മുട്ട കൊണ്ടേ കൊടുത്താൽ ഒന്നും കിട്ടണേ, അല്ലാതെ ഇപ്പോൾ കുറേ പാത്തിച്ചിട്ടും കാര്യമില്ലല്ലോ. അതൊക്കെയാണ് തിന്നോളി എല്ലാവരും കൂടി. എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് തിന്ന് പൊയ്ക്കോളല്ലോ. ഇനിയിപ്പോൾ ചായക്കടിക്കും ആണെങ്കിലും മുട്ട പൊങ്ങി മുട്ട റോസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ എന്തൊക്കെ ചെയ്താൽ എൻ്റെ നവാസിനും ഷമ്മാസിനൊന്നും പിന്നെ അച്ഛൽക്ക് മുട്ട ഇഷ്ടമില്ല. ഓൾക്ക് ഇങ്ങനെ മുട്ട റോസ്റ്റൊക്കെ കഴിക്കാണ്ടാവുമ്പോൾ ഓൾക്കൊരു തൃപ്തിയാണ്, അത് പറ്റും. അപ്പോഴേക്കും നുസീബയും മിസിരിയുമൊക്കെ അതാ ജോലി തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും അതാ റാഹിലയും എത്തി. ഉമ്മ പതുക്കെ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റു. അല്ലാ പഠിച്ചോനെ, ഉഫ് മക്കളെ. ഉമ്മ പതുക്കെ അടുക്കളയിലേക്ക് എത്തി. എന്താ മക്കളെന്ന് കടി ഉണ്ടാക്കണേ? ഞാൻ പറഞ്ഞില്ലേ, ആ മുട്ടക്കാണ്ട് പുഴുങ്ങിക്കാണ്ട് മുട്ട റോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആക്കിയാണ് തിന്നൂടി. മറ്റത് വെറുതെ കേട് വരുത്തണ്ട. കാരണം കണ്ടമാനം മുടിയാഴ്ചലിന് കൊടുന്നു പറഞ്ഞാൽ കണ്ടമാനം കുട്ടിക്ക് ഡ്രസ്സ്, 2 കുട്ടികൾക്കുള്ള ഡ്രസ്സും ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെയാണ്. അതൊക്കെ ഒന്നാണ്ട് എല്ലാവരും കൂടിയാണ് തിന്നോളി. ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് ബൽക്കണ്ട് കൊടുത്തേക്കണു. കാരണം നമ്മളെ സൗദൻ്റെ പരിക്ക് അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കാനേ. ഏതായാലും ഇന്ന് അതുവരെ ഒന്ന് പോണുണ്ട്. അപ്പോൾ കുറച്ച് കൈ പിടിച്ച സമീർ അത് കേട്ടുകൊണ്ട് പറഞ്ഞു, ഉമ്മ ഇഷ്ടം പോലെ സാധനമുണ്ട്, ഇതൊക്കെ ഇവിടെ കട്ടിൻ്റെ ചോട്ടിൽ വെക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഫ്രിഡ്ജ് നിറഞ്ഞിക്കണ്. അതുകൊണ്ട് ഉമ്മ കുറച്ച് കൊണ്ടുപോയിക്കോട്ടോ. ഒക്കെ എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. ആ മോളെ, അതെ പാവങ്ങളാണ്, സൗദൻ്റെ പെരക്കാർക്ക് കുറച്ച് കൊടുക്കുക. ആ കുട്ടികളും പിന്നെ മൂപ്പർക്കാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ അല്ലേ. നമ്മളോടത്തു നിന്നൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല ഞങ്ങളെ ചിലവ് ചെയ്യുന്നത്. പാവാണ്. അല്ലാ, ഏതായാലും ഷമ്മാസ് വരട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. എന്നാൽ ഈ സമയം ഷമ്മാസ് അതാ പള്ളിയിൽ നിന്നെത്തി. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, ഞമ്മക്കിടെ ഒന്ന് പോണ്ടീനല്ല ഉടുക്കുന്നേ. നമുക്ക് ആ പെരയും കൂടി ഞാൻ ചൊഗ്ഗിനും ചെറുക്കും കണ്ടിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മളോട് ഒരു മുണ്ടിയിട്ടും ഇല്ല. കുടിരിക്കൽ ഇപ്പോൾ ഇവിടുത്തെ ഷെറീനാക്കും റായിലാക്ക് വരെ ഉണ്ടേനു ഇല്ലടി. റായില എന്ത് ഐഷുമ്മ? അങ്ങക്കൊക്കെ കുടിരിക്കലില്ലേനോ ഇവിടുത്തെ സൗദൻ്റെ അടുത്ത്? ഉണ്ടായിരുന്നു. എനിക്ക് പോകാൻ വലിയ താല്പര്യത്തില്ലായിരുന്നു. പിന്നെ താത്ത അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയതുകൊണ്ടേ. അല്ലടി, പെരയും കൂടിയൊക്കെ എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നാര ഐഷുമ്മ, പെരയും കൂടിയൊക്കെ വലിയ പെരയും കൂടിയാണ്. ഒന്ന് കാണ്ടി തന്നെയാണോ? മുറ്റത്തൊക്കെ ചുറ്റുഭാഗത്ത് ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി. എന്ത് രസമാണോ! നല്ല കോടികളുള്ള വീടായിരിക്കും. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണണം അങ്ങനത്തെ വീടൊക്കെ. ആയിക്കോട്ടെ മോനെ. ഷാമോനെ, എന്തുമ്മ? മോൻ ചായ അടിച്ചിട്ടേ നമുക്കൊന്ന് അവിടം വരെ പോകാണ്ട്. കുറച്ച് സാധനങ്ങളായിട്ട് നമുക്ക് ഇവിടേക്കും സൗദൻ്റെ പെരിയൊക്കെ ഒന്നുകൊണ്ട് പോകാം. ഏതായാലും നമ്മളെ കുട്ടി തന്നെയല്ലേ. നവാസ് ഇനിയിപ്പോൾ അങ്ങനെ പോയാൻ പക്കം. ഞാൻ ഇനിയിപ്പോൾ നിർബന്ധിച്ചിട്ടില്ല, പിടിച്ച് വലിച്ച് കൊടുന്നിട്ടില്ല. ഇവിടെ എത്തിയാ ഓൾക്ക് ഒരു കെടുത്തേക്കാരം. ഈ ഒരു കെടുത്തെന്ന് വെച്ചാൽ അത് തിരിഞ്ഞും മറിഞ്ഞും കെടുന്നാണ്ട് നേരം കഴിച്ചു. ആ കുട്ടിയൊന്നും നോക്കണില്ല. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയേക്കാം. അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എന്നാൽ ഈ സമയം അതാ സൗദയുടെ ആ കൊച്ചു വീട്ടിൽ അവൾ കരഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹഫ്സ ഉമ്മ ചോദിച്ചു, അല്ല സൗദ, എന്ത് പറ്റി മോളെ? എന്തേ, വയറ് വേദന ഉണ്ടോ? പിന്നെന്ത്? ഒന്നുമില്ലമ്മ, എനിക്ക് കുട്ടിയെ കാണാൻ തോന്നുകയാണ്. എൻ്റെ കുട്ടിക്ക് കരയുന്ന ശബ്ദം എനിക്ക് കേൾക്കുകയാണ്. എൻ്റെ പൊന്നു സൗദ, അല്ലെങ്കിലും പോരുമ്പോൾ കുട്ടിനെയും കൊണ്ട് പോരണ്ടേ മോളെ? ഇതിപ്പോൾ അല്ല, കുട്ടീൻ്റെ കാര്യത്തിൽ മോൾക്ക് തീരെ ശ്രദ്ധയും കാര്യമൊക്കെ ഇല്ലേന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതിപ്പോൾ എന്തേ? എനിക്കറിയില്ല. അന്നൊന്നും എനിക്ക് കുട്ടീനെ നോക്കാൻ തോന്നിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് കുട്ടീനെ വേണം. എനിക്ക് കുട്ടിയില്ല, നിൽക്കാൻ കഴിയണില്ല. അത് സാരമില്ല, നമുക്ക് കുട്ടീനെ കൊണ്ടുവരാം കേട്ടോ. ഒന്നും വിഷമിക്കണ്ട. മനസ്സിലായില്ലേ? അതൊക്കെയെന്ന് വെച്ചാലേ നമുക്ക് ഓരോ മനസ്സിൻ്റെ ഓരോ അവസ്ഥകൾ. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ കണ്ടമാനം എന്തൊക്കെ മെഡിസിന് കയറ്റി ഓർമ്മശക്തി ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞില്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടിരിക്കും ഇങ്ങനെയൊക്കെ ഓരോ
കാര്യങ്ങൾ. എൻ്റെ ഇളാമ്മ, ഞാൻ എല്ലാത്തിനും മാപ്പ് ചോദിച്ചോളാം അവരോട്. ഞാൻ ഉമ്മാനോടും ഐഷുമ്മാനോടൊക്കെ ഞാൻ എന്തൊക്കെയോ പെരുമാറിക്കണം. കാരണം ഞാനൊക്കെ അവിടെയൊക്കെ നിന്ന രംഗമൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിയാം, ഞാൻ ഒരു പരിപാടി എന്തെങ്കിലും സഹായിക്കൊന്നുമില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ജീവിതം, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടൊന്നല്ല. കുട്ടിനെ വരെ ഞാൻ നോക്കില്ലായിരുന്നു. എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ഉറക്കൊന്നും വരുന്നില്ല. സാരല്ല മോളെ, നമ്മൾ തെറ്റ് ചെയ്താൽ അത് പശ്ചാത്തപിക്കണം. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സ് വരില്ല, പഠിച്ചോനെ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ചിന്താഗതി വരുമല്ലോ. അങ്ങനെ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പഠിച്ചവനോട് അല്ലെങ്കിൽ നമുക്ക് പഠിച്ചവനോട് അല്പമെങ്കിലും സ്നേഹമുണ്ട് നമ്മൾ മനസ്സിലാക്കൽ. അങ്ങനെയാണ്. കാരണം എന്താണെന്നോ, നമ്മൾ ഈ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഖേദം വരില്ല. പഠിച്ചവനെ ഞാൻ ചെയ്തില്ല റബ്ബേ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ റഹ്മാനെ, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. അങ്ങനെ മനസ്സിൽ തോന്നിക്കുകയാണെങ്കിൽ എന്താവും, രക്ഷപ്പെടും. അതന്നെ. അപ്പം അപ്പോൾ പഠിച്ചവനോടൊരു ഇഷ്ടം നമുക്കുണ്ട്, നമ്മളോട് തിരിച്ചുകൊണ്ട് എന്നൊരു തോന്നൽ. അങ്ങനെ ഒരു ഖേദം വരണം മോൾക്കിപ്പോൾ. അങ്ങനെ എൻ്റെ ഉമ്മ ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടത് എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അകപ്പാടെ വിഷമമാണ്. എൻ്റെ കുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് തരുമോ? വിഷമിക്കണ്ട. അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഒപ്പെത്തി. എന്താ മക്കളെ പ്രശ്നം? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, കുഞ്ഞിനെ കാണണമെന്നാണ് ഓള് പറയണത് സൗദ. അപ്പം നീ പെറ്റ കുട്ടിനെ വരെ ഓൾക്ക് ആവശ്യമില്ലേനല്ലോ അല്ല സൗദ? എന്ത് കളിയേന് ഇവലൊക്കെ കാട്ടിക്കൂട്ടിണ്ട് നാമ. ഇക്ക, നിങ്ങളിപ്പോൾ ഓളെ പറയണ്ട. ഓളെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതല്ലേ. നിങ്ങൾ ഓളൊന്നും പറയണ്ട. അല്ലേ, എന്നാലും പെറ്റ കുട്ടിനോടൊക്കെ ഒരു അവഗണന കാട്ടു പറഞ്ഞാൽ എന്താപ്പോൾ? ഓളെ തള്ളേൻ്റെ സ്വഭാവം. തള്ളി അങ്ങനെ തന്നെയല്ലേ, തള്ളക്കും അതുപോലെ തന്നെയല്ലേ. അതേ, പെറ്റ മോളോടെ അങ്ങനെ കാട്ടിക്കൂട്ടിൻ്റെ അതേ സ്വഭാവം കുറച്ച് അങ്ങനെ ഉണ്ടാവില്ല. ഒന്നും സാരമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ, പറയല്ലേ. ഞമ്മക്ക് ഓളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കാം. നിങ്ങൾ വിഷമിക്കല്ലേ കേട്ടോ മോളെ. നീ ഒന്നും കൊണ്ട് വിഷമിക്കണം. മോൾക്ക് പോകാൻ തോന്നുന്നുണ്ടോ അങ്ങോട്ട്? ഉമ്മ, എനിക്ക് പോകാൻ തോന്നണമൊന്നുമില്ല. പക്ഷേ എനിക്ക് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം. എൻ്റെ നവാസ്ഖാനോടൊക്കെ എനിക്കൊരു വേണ്ടാത്തൊരു രീതിയിൽ സ്വഭാവം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫസീലത്തെ നവാസ്ക്ക് ഒരുമിച്ച് നിൽക്കണമെന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. എനിക്കതൊക്കെ ആലോചിക്കുമ്പോഴേ ഒരു ഇടങ്ങാറായിരുന്നു. എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. അങ്ങനെ സൗദ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ അവർ ചായ കുടിയല്ല. അപ്പോഴൊക്കെ എളാമ ചായയും കടിയും എല്ലാം ഉണ്ടാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ച് റാഹത്തോടെ നിന്നപ്പോൾ ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആരാ അത്? കാർ ഓണടിക്കുന്നൊരു ശബ്ദം കേട്ടല്ലോ. എന്നാൽ പെട്ടെന്ന് അത് കണ്ട് ഉപ്പ പറഞ്ഞു, മക്കളെ അല്ലാ വരി, എൻ്റെ പൊന്നു മക്കളെ വരി. ആരായിരുന്നു അത്? ഷമ്മാസായിരുന്നു. ഷമ്മാസും ഉണ്ട്, ഐഷുമ്മയൊക്കെ ഉണ്ട്. മാഷാ അല്ലാ വരി, ഇരിക്കി. പഠിച്ചവനുള്ള സൗകര്യത്തിലേക്ക് ഇരിക്കിട്ടോ. അസ്സലാമു അലൈക്കും ഉപ്പ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതെന്താ പഠിച്ചവനെ വലിയൊരു കവറിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിക്കണല്ലോ. അതെ, കുട്ടികളിപ്പോൾ ഇവിടെ അല്ലേ ഉള്ളത്. ഞാനിവിടെ സെമീറാക്ക് ഉള്ള കുറേ ഒരു കാടമുട്ടി, അതേപോലെ നാടൻ മുട്ടുണ്ട്, അതുപോലെ തന്നെ ഹോർലിക്സും ബൂസ്റ്റ് അതൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് പുഴുങ്ങി കൊടുത്തുകാണ്ടേ എല്ലാവർക്കും കൊണ്ട് കൊടുത്താളി. എന്നാൽ പിന്നെ എന്താക്കുന്നോ, ഇവിടെ നമ്മൾ തിന്ന് പോയിക്കോളും. കുട്ടികളുണ്ടാകുമ്പോൾ ഇതിപ്പം ഇവിടെ 4-5 കുട്ടികളുണ്ടല്ലോ, ഓല് തിന്ന് പോയിക്കോളും. മറ്റേത് കുട്ടികളില്ല. അവിടെ പിന്നെ നവാസിൻ്റെ മക്കൾക്കൊന്നും വല്ലാതെ ഒന്നും പോകൂല. പിന്നെ ഐഷുമോളല്ലേ, ആ കുട്ടിക്കും അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുട്ടികളെല്ലാവരും ഉണ്ടാകുമ്പോഴാണ് വെച്ച് കൊടുത്താൽ ഓൾ പള്ളർച്ചാണ് തിന്നോളല്ലോ. അത് കരുതിക്കാണ്ട് ഞാൻ അങ്ങോട്ട് എടുത്താണ്. കാരണം വെറുതെ കേട് വരുത്തണ്ടല്ലോ. 300-400-500 റുപ്യേൻ്റെ ഹോർലിക്സും ബൂസ്റ്റും അതും ഉണ്ട്. അതൊക്കെ കുട്ടികൾക്കുണ്ട്. എന്നാൽ അഫ്സക്ക് ഒത്തിരി സന്തോഷമായി. ഐഷുമ്മ വരി, ഇരിക്കി. സത്യം പറഞ്ഞാൽ ഐഷുമ്മങ്ങളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ്. ഞാൻ അങ്ങനെ വിചാരിക്കും, നിങ്ങളെപ്പോലത്തെ ഒരു ഉമ്മാനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് എൻ്റെ ഉമ്മയിപ്പൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയതല്ലേ. എൻ്റെ ഉമ്മയാണ് ആദ്യം മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഐഷുമ്മ. ശരിക്കും ഹഫ്സയെ ഐഷുമ്മ കെട്ടിപ്പിടിച്ചു. മോളെ ഏതായാലും മോളൊന്ന് കാണും ചെയ്യുക. അവളെ ഒന്ന് സൗദ മോളെ, അവളിപ്പോൾ വരും കേട്ടോ. അവളൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടൊന്ന് പോയിട്ടുള്ളൂ. പെട്ടെന്ന് സൗദ അങ്ങോട്ട്, ഉമ്മയോ ഉമ്മ? അതെ, സൗദ കരയുകയാണ്. മോളെ
ഉമ്മ എന്നോട് പൊറുക്കണം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഐഷുമ്മയുടെ കാല് പിടിക്കുവാൻ വേണ്ടിയിട്ട് അത് സൗദ കുനിയുമ്പോൾ എന്താ സൗദ ഈ കാട്ടണത്? കാല് പിടിച്ചില്ലൊന്നും പാടില്ല, അങ്ങോട്ട് വന്നാജ് ഇവിടെ ഇരുന്ന. ഉമ്മ ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടില്ല, സാരല്ല. ഇനിയിപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയതും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനിയുള്ള ജീവിതം നല്ല മട്ടത്തിനാകാൻ നോക്കണം, അതാണ് വേണ്ടത്. എന്തേ പറ്റൂലേ? ഉമ്മ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ഉമ്മ കുട്ടി കുട്ടിനെ കൊണ്ടുവന്നിട്ടില്ല ഉമ്മ. എനിക്ക് കുട്ടിയെ കാണാൻ പൂതിയായിട്ട് വയ്യമ്മ. ഞാൻ എന്താ ചെയ്യാം? എനിക്ക് അതെ അവളെ കുട്ടിനെ കാണണമെന്ന് പറയണ്ടേ. ഇതുവരെ ഓൾക്ക് കുട്ടിനെ കുറിച്ച് ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ലേനു. എന്തെങ്കിലും കാട്ടിക്കണാവോ ആരെങ്കിലും എന്താവോ. ഇപ്പം പിന്നെ കുട്ടിക്ക് ചിന്തയും കാര്യങ്ങളൊക്കെ വരലുണ്ട്. ഓളിങ്ങനെ കുട്ടിനെ കാണണം എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. പൊന്നാരൻ്റെ അവസ മോല വരെ കുട്ടിക്ക് കൊടുക്കൂലേനും. ഓളെ മൊലിന്ന് പാലിങ്ങനെ നിറഞ്ഞു വലിച്ചാണെങ്കിലും ഇല്ല, കൊടുക്കൂലേനോ. എന്നിട്ട് എന്നെ നുസിയല്ലടി രണ്ടെണ്ണത്തിനും കൂടി നോക്കിയിട്ടത്. ഓൾക്കിന്ന് ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കണ്, ഇനി പണ്ട് എത്തണം. അപ്പോൾ ഇതിനാണ്ട് എൻ്റെ നുസിയല്ലേ അതൊക്കെ ഇതാക്കിൻ്റെത്. ഏതായാലും അപ്പോൾ ഇതിന് എപ്പോഴാണ് അവൻ തുടങ്ങണത്? ക്ഷാമോൻ തിരക്ക് കൂട്ടും എന്താന്നാവും. അങ്ങനെ പാല് നിറഞ്ഞു വലിച്ചിട്ട് പോലും കൊടുക്കൂല, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞു കാണ്ടേന്. പെറ്റ കുട്ടിനോട് വരെ ഒരു ദയയില്ലേ. പിന്നെ നമ്മളോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഓരോ അസുഖത്തിൻ്റെ ഭാഗമായിരിക്കും, ഓരോരുത്തർക്കും ഒരു അസുഖമല്ലേ. പിന്നെ എന്ന് വെച്ചാൽ ഓളമ്മ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഏതായാലും നുസിയേ ഇപ്പം എനിക്ക് കുട്ടിനെ വേണം, എനിക്ക് പാല് കൊടുക്കാൻ വേണോ? ഉമ്മ ഞാൻ എന്തൊക്കെയോ ആയിപ്പോൾ എനിക്കറിയില്ലേനു. എൻ്റെ ചിന്താഗതിയൊക്കെ ഒന്നും സാരമില്ല, ഇനി കഴിഞ്ഞേ പോട്ടെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എങ്ങനെ നല്ല മട്ടത്തിൽ കുട്ടീനെയൊക്കെ നോക്കി നിൽക്കുക, കുട്ടീനെയും പുതിയാപ്പളിനൊക്കെ നല്ല മട്ടത്തിൽ നോക്കി നിന്നാൽ എന്നാൾക്ക് തന്നെ നമുക്ക് മരിച്ചു പോകേണ്ടതല്ല. ഈ ദുനിയാവ് മാത്രം പോരല്ലോ. കുറേ നമ്മൾ ഇടങ്ങാറായതല്ലേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഏതായാലും നവാസും കഴിച്ചില്ലേക്കണം അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നല്ല മട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതന്നെ ഉള്ളൂ. കഴിഞ്ഞതിനൊക്കെ പഠിച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുക, അതന്നെ വേണ്ടിയത്. എൻ്റെ അടുത്ത് ഇനിയൊക്കെ തെറ്റ് സംഭവിച്ചേക്കണ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോളേ ഞങ്ങൾ ഈ ഒരു വരവ് ഞങ്ങൾക്കിപ്പോൾ ഈ ആധാരം ഈ കുഞ്ഞിക്കതിയാൻ്റെ പേരേ അതിപ്പോൾ ആരെ പേരിലാണ് അതൊന്നും അറിയും വേണം. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. നോക്കി കാക്ക നിങ്ങൾക്ക് അറിയോ ഈ കൊച്ചു വീടും ഇപ്പോൾ ഷമ്മാസ് എടുത്തുന്ന വീടാണിത്. അതിപ്പോഴും എൻ്റെ പേരിലാണ്. അതും ഓല് എന്നെ ഇന്ന് ഇറക്കി വിട്ടിട്ട് അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാട്ടിക്കണം ആർക്കറിയാം. എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഒക്കെ കൈക്കലാക്കി വെച്ചേക്കേനു. എന്താ ഇപ്പം ചെയ്യുക? ഓരോരുത്തർക്കും ഓരോ അങ്ങനൊരു സ്വഭാവം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മക്കളെ ആ വീട് നിങ്ങളെ വീട്ടിൽ പേരിൽ എങ്ങനെ ആക്കിക്കോളിട്ടോ. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിക്കഥ എന്ന് പറഞ്ഞ ഭാര്യനെ തീരെ വിശ്വാസമില്ല. കാരണം ഏത് സമയം ഓളെ സ്വഭാവം മാറുമേ, ഏത് സമയം കെണിയാണ്. ആ ഒരു കെണി ഒരു ഭാഗത്തും ഒരാളും ശരിക്കും ജീവിച്ച് നടക്കുന്നത് പറ്റൂല. പോത്തിന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരും. അങ്ങനത്തെ സൈസ് ആളാണ്. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, ഓളെ സ്വഭാവം കൊണ്ടാണ്. ഞാനൊക്കെ നല്ലോണം പഠിച്ചതല്ലേ. പിന്നെ ഈ മക്കളും ഒപ്പം നിന്ന് അത് പഠിച്ചു തുടങ്ങി. അതാണ് ഉമ്മ. എനിക്ക് മോളഞ്ഞ് കരയണ്ട. അത് നല്ല മട്ടത്തിന് എനിക്ക് ജാണ്ട് പുത്തൻ വീട്ടിലേക്ക് പോരണോ? ഇല്ലമ്മ. പുത്തൻ വീട്ടിലേക്ക് പോകാനില്ലേ പോകണ്ട. ഞമ്മക്ക് ആ പുതിയ വീട്ടിലേക്കാണ് പോയി വയ്ക്കുമല്ലോ. അല്ലോ വേണ്ട, അതൊന്നും വേണ്ട. അതെന്തേടി? അത് എൻ്റെ പുതിയാപ്പിള നവാസെടുത്ത് പെരന്നല്ലേ. അതിനിപ്പോൾ എന്തേ എനിക്ക് ഇത്ര ബേജാറ്? ഉമ്മ അതൊന്നും വേണ്ട. അതെന്താന്ന് വെച്ചാലേ അതൊക്കെ അപകടം. എനിക്ക് പേടിയാണ്. അല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ നിന്ന് റൂമിൽ പൂട്ടിയിട്ടാണ്. ഞാൻ വീട്ടിലേക്ക് പോവില്ല. ഞാൻ ഇനി വീട്ടിലേക്ക് പോവുകയല്ലേ. എന്താ എൻ്റെ പൊന്നാര മോളജി പറയണത്? എൻ്റെ നവാസ് ഉണ്ടാക്കിയ പെരന്നെയാണതേ. എൻ്റെ പുതിയാപ്പുറം ഉണ്ടാക്കിയ പെരന്നല്ലേ. പിന്നെ ഇപ്പം എന്താ എനിക്ക് പോകായി ഒരു ബേജാറെന്താ? ഉമ്മ ഞാൻ പോവില്ലമ്മ, എനിക്ക് പേടിയാണ്. എന്തേ? ഇഞ്ഞും ഉമ്മ വന്നുകാണ്ട് അത് റൂമിൽ പൂട്ടിയിടും. എനിക്ക് പേടിയാണ്. ഞാൻ പോവില്ലമ്മ. എൻ്റെ പൊന്നാരൻ്റെ പെണ്ണേ, തൽക്കാലം ചതക്കണ്ട് വീട്. തൽക്കാലം അതൊന്നും മനസ്സിൽ വെക്കല്ലേ. അല്ലമ്മ സത്യമായിട്ടും ഉമ്മി ഹസീൻ എന്നെ അത്രക്കും ആ റൂമിലിട്ട് പൂട്ടി കയ്യും കാലും കെട്ടിയിട്ട് എന്തൊക്കെ കാട്ടിയിരുന്നു. ഒരു ഫോണിനും വേണ്ടിയിട്ടൊക്കെ എന്നെ അത്ര ഇടങ്ങാറാക്കിയിരുന്നു. സാരല്ലേ മോളെ, അതൊക്കെ കഴിഞ്ഞു പോയതാണ്. എനിക്ക് പേടിയാണ് ഉമ്മ, ഞാൻ അങ്ങോട്ടില്ല. ശരിക്കും അത് സൗദിയുടെ വാക്ക് കേട്ട് ഉമ്മ ഞെട്ടുകയായിരുന്നു. പഠിച്ചോനെ ഇനി എന്താ ചെയ്യുക? ഈ കുട്ടി ഇങ്ങനെയുള്ള പറഞ്ഞു. എൻ്റെ കുട്ടീനെ എനിക്കൊന്ന് കണ്ടാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട. ഞാനും എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോണ്ട്
ഇപ്പോഴും തീരെ ലെവലായിട്ടില്ല റബ്ബെ. എന്താ റബ്ബെ എനിക്കറിയില്ല. എൻ്റെ കുട്ടിയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എന്നാൽ പെട്ടെന്ന് ആയുഷമ്മ അതാ മുൻഭാഗത്തെ ഡോറിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നു. മിസ്സിരിയേ എന്നൊരു വിളി വിളിച്ചു. എന്നാൽ പെട്ടെന്ന് അതാ കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് മിസ്സിരി പുറത്തേക്ക് വരുന്നു കുഞ്ഞിനെയും കൊണ്ട്. എന്നാൽ സൗദക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് അതാ അവൾ ആ കുഞ്ഞിനെ വാരി പുണരുന്നു. പക്ഷെ ഐഷുമ്മാക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. പഠിച്ചോനെ ഒന്നും പറയാൻ പറ്റൂലേ, ഞാൻ നാൾ മുസ്ലിം തങ്ങൾ പറഞ്ഞപ്പോൾ അഭിനയാണോ എന്താ ഒന്നും വിശ്വസിക്കാൻ പറ്റൂലേ. എടി ആ മതി. അതെ, സൗദ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിക്കുന്നു. ആ കുഞ്ഞ് പക്ഷേ കരയുകയായിരുന്നു ഉമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ. ഇല്ല കരയണ്ട. മിസ്സിരി പെട്ടെന്ന് കുഞ്ഞിനെ വാങ്ങി. സൗദ ഇവിടെ ഇരിക്ക്. എന്തുമ്മ? കുട്ടി കരഞ്ഞേജ് കണ്ട? അപ്പോൾ ഇജ്ജ് പെറ്റ കുട്ടിയാണല്ലോ. ഇജ്ജ് പെറ്റ കുട്ടിയാണ്, എൻ്റെ പാല് കുടിച്ചേണ്ട കുട്ടിയാണ്. പക്ഷെ എന്താട്ടി ഇജ്ജ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഉമ്മ വേറായി. കുട്ടീൻ്റെ അമ്മ ഇപ്പം ആരാ? നുസൈബയും മിസ്സിരിയും. നുസൈബ പാലും കൊടുക്കും, മിസ്സിരി നോക്കും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത്. അതിപ്പോൾ എന്തേ ഇജ്ജ് പെറ്റ തള്ളറുണ്ടായിട്ട് ഇപ്പോൾ ഈ ഒരു സ്ഥിതി വരാൻ കാരണം എന്തേ? അതന്നെ, അനക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് സ്നേഹം കുട്ടിക്ക് തന്നെ അറിയില്ല. ഞാൻ എത്രയേ പറഞ്ഞു, പൊന്നാര പെണ്ണ ഒലിച്ചു പോണ പാലൊന്നും എനിക്ക് കൊടുത്താളാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ഉമ്മ എനിക്കറിയില്ലായിരുന്നു. ഉമ്മ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെ. ഏതായാലും കുട്ടി അൽഹംദുലില്ലാ. അപ്പോൾ ചെറിയ ഉമ്മമാരെ മരിച്ച കുട്ടികൾ അത്ര ജീവിക്കണ്, അങ്ങനെ ഞാൻ കരുതിയിരിക്കണം അതിനെ. അല്ലാതപ്പോൾ ഉമ്മാക്ക് പലവർക്കും ഉമ്മാർക്ക് സുഖമില്ലാത്ത പോലെ പാല് കൊടുക്കൂല്ല കേട്ടാ. ഇനിയിപ്പം ഡീജി ഞാൻ പാല് കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായം. കാരണം മരുന്നും ഗുളികയും കുറേ കുടിച്ച് പിന്നെ ഈ മാനസിക രോഗി അയാളെ ഉമ്മാരെ പാലുടിച്ചാൽ കുട്ടിയാക്കും തന്നെ ഒരു സുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറയണ കേൾക്കട്ടാ. അല്ലാഹു ആകില്ല, ഏതായാലും പറ്റ തള്ളാരനല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം. ഏതായാലും നുസി കൊടുത്താൽ വെക്കും. ഇനിയിപ്പോൾ ആ കുറച്ച് ദിവസം കൂടെ കഥ ഓളാണ്ട് കൊടുത്തോട്ടെ എന്ന് എൻ്റെ അഭിപ്രായം. എന്നാൽ അത് കേട്ടപ്പോൾ അതാ മിസ്സിരിക്കും വല്ലാത്ത സങ്കടമായി. ഉമ്മ എന്നാലും പെറ്റുമ്മല്ലേ? ശരിയാണ് ഡി, പെറ്റുമ്മയൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ട് എന്താ ഓള് ആദ്യമാണ്ട് കൊടുത്തിക്കണത്? കൊടുക്കൂല എനിക്ക് കുട്ടിനെ വേണ്ടാന്ന് ഓള് പറഞ്ഞേന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും കുഞ്ഞിനെ കണ്ടപ്പോൾ സൗദയുടെ മുഖം വല്ലാതെ സന്തോഷിച്ചു. എന്നാൽ ഹഫ്സ വിചാരിച്ചു, മോളെ സൗദ, നമുക്ക് ഇനി കുഞ്ഞിനെ നോക്കാമല്ലേ? അതിന് എനിക്ക് തരുമോ? എന്നാൽ ഐഷമ്മ പറഞ്ഞു, എൻ്റെ പൊന്നാര ഹഫ്സ, കുട്ടിനെ തരാം, കുറച്ചും കൂടെ നട കഴിഞ്ഞോട്ടെ. ഓൾക്കേ ഇപ്പോഴൊരു ശരിക്കൊരു ലെവൽ വന്നിട്ടില്ല തോന്നുന്നുണ്ട്. ഓളാ നുള്ളോളിയും പുള്ളിയൊക്കെ കേട്ടിട്ട് ഒന്നും കൂടെ നന്നായിക്കോട്ടെ. എന്നിട്ട് അഫ്സ മോളെ ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ ഓളെ. അല്ലാതെ നമ്മളെ പുത്തൻ വീട്ടിൽ വന്നാൽ ഇത് ഓൾക്ക് ഇങ്ങനെ നവാസിനെ വരവും പോക്കും പിന്നെ ഫസീലാനായിട്ടുള്ള നടക്കലൊക്കെ കാണുമ്പോഴേ ഓൾക്കതൊരു ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഇവിടെ ആകുമ്പോൾ മട്ടത്തിനോളം നോക്കിക്കോളും. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടീനെപ്പം ഞങ്ങൾ കൊണ്ടുപോകട്ടെ, ഇൻഷാല്ല ഞങ്ങൾ വരണ്ട. ഞങ്ങൾ ഇനിയിപ്പോൾ ആ പുത്തൻ ആ വലിയ വീട് ബംഗ്ലാവ് ആ വീടൊന്ന് കാണാൻ വേണ്ടി വരുവാണ്. നുസൈബാനെ നാക്കി കൊടുക്കും വേണം. നുസൈബ മാറ്റി നിൽക്കാമെന്ന് പറഞ്ഞു. ഉദ്ദേശിച്ച് ഇങ്ങോട്ട് പോകാൻ നുസൈബ പറഞ്ഞു, ഞാൻ മാറ്റി നിൽക്കുക, നിങ്ങൾ എന്നാൽ പോത്തിന് അവിടെ പോയി പോരിന്ന് പറഞ്ഞു. ഇവിടേക്ക് ഇപ്പം അത്ര വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വന്നതാണ്. ഇപ്പം ഞങ്ങൾ തൽക്കാലം കുട്ടീനെ കൊണ്ടോട്ടെ. ഉമ്മ കുട്ടീനെ കൊണ്ടുപോവുക? സൗദിയുടെ വാക്ക് കേട്ട് ഉമ്മ പറഞ്ഞു, ആ മോളെ കുട്ടീനെ കൊടന്നേരട്ടെ, അമ്മാൻ്റെ കുട്ടിക്ക് കൊടന്നേരം, അമ്മാൻ്റെ കുട്ടീൻ്റെ അസുഖമൊക്കെ ശരിക്കും മാറട്ടെ, നല്ലോണം കുളിക്കും മരുന്നതൊക്കെ കുടിച്ച് കാണ്ടേ നല്ല റെഡി ആയിട്ട് ഞാൻ കുട്ടീനെ കൊണ്ടുവരട്ടെ, കുറച്ചും കൂടി റെസ്റ്റ് എടുത്തോളൂ. കുട്ടി ഉണ്ടാവുമ്പോൾ അറിയോ എനിക്ക് അതിനെ എടുക്കാനും അതിനെ നന്നാക്കാനും അതിനെ കകാനും കുളിപ്പിച്ചാനൊക്കെ ബുദ്ധിമുട്ടേക്ക്. ഇതിപ്പോൾ അവിടെ ആളുണ്ടല്ലോ. ഉമ്മാൻ്റെ കുട്ടീൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് ഉമ്മ കുട്ടീനെ തരട്ടാ. ഇനിയിപ്പോൾ മുലകുടിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഇനിയിപ്പോൾ ഒരു ഇടങ്ങാറുണ്ട്. അതാക്കാം, അങ്ങനെ ചെയ്യട്ടെ മോളെ. ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ സ്നേഹം കൊണ്ട് പറയാണ്. ഉമ്മ എനിക്ക് കുട്ടീൻ്റെ നവാസ്ഖാൻ്റെ ഒപ്പം ജീവിക്കണം. ആയിക്കോട്ടെ, അതുപോലത്തിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാണ്ട് കേട്ടോ. ഇമ്മ അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എനിക്കും എൻ്റെ പുതിയാപ്പഴക്കും കുട്ടിക്കൊന്ന് മാത്രമല്ല ഈ പെരക്കാർക്ക് മുഴുവൻ അങ്ങോട്ട് പോവാം. ഒരു നിമിഷം സൗദ അത് കേട്ട് സന്തോഷിച്ചു. എല്ലാവരും ആ മോളെ ഏളാമി മക്കളും ബാപ്പി എല്ലാവരും കൂടി അങ്ങോട്ട് പോയിക്കോളി. പിന്നെ നവാസി ഇടക്കും തലക്കുമായിട്ട് ഓനും വരും. ഇനിയിപ്പോൾ ഗൾഫൊക്കെ പോവുകയാണെങ്കിൽ ഓൻ പോവുകയും ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ല അപ്പോൾ 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ഓനും ഇങ്ങോട്ട് വരും ഇവിടെ ഉള്ള നാട്ടിലുള്ളപ്പോൾ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കൂടി ആ വീട്ടിൽ താമസിക്കുകയും ചെയ്താൽ റാഹത്തോടു കൂടി ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ സൗദക്ക് ഭയം, അത് ആലോചിക്കുമ്പോൾ തന്നെ
എല്ലാവരും ഉണ്ടായാലും എന്നെ ആരെങ്കിലും പിടിച്ച് പൂട്ടിയിടുവോ? മോളെ, എൻ്റെ മനസ്സിക്ക് അതങ്ങോട്ട് കയറി കൂടിക്കണ്, അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പം മനസ്സിലായില്ലേ? എൻ്റെ മനസ്സിക്ക് അതാ പേടി കൂടിയിരിക്കണം. നമുക്ക് മുസ്ലിം തങ്ങളടുത്ത് ഒന്നും കൂടി ഒന്ന് പോയിക്കാണ്ട് ഒന്ന് നല്ലോ ഒന്നു മന്ത്രിപ്പിച്ചുകാണ്ട് നല്ലൊന്നും ഒഴിഞ്ഞ് വാങ്ങാണ്ട്. എൻ്റെ മനസ്സിൽ പല പേടിയും കൂടിയിരിക്കണ്, എൻ്റെ ചിന്തകൾ മാറിയിരിക്കണ്, പലതും എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിനെ വരെ നോക്കലും ഇതാക്കലും ഇല്ലേനു. പിന്നെ അസുഖമല്ലേന്ന് വിചാരിച്ചു കാണാൻ ഞങ്ങളും അവിടെ അങ്ങനെ തന്നെ കെടുത്തി. എനിക്കുള്ള ചായയും വെള്ളം അതൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇജ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇളക്കി വരും. അങ്ങനെയൊക്കെ അതൊക്കെ ശരിയാണ്, സാരമില്ല. നമുക്ക് പഠിച്ചോനെ എങ്ങനെയൊക്കെ ഓരോരുത്തരെ കൊണ്ട് വിചാരിച്ചിക്കണ് പറയാൻ പറ്റില്ല. ചിലപ്പം പഠിച്ച റബ്ബ് നമുക്ക് നല്ല രീതിയിൽ ജീവിതം തരും. ചിലപ്പോൾ ഒന്നുണ്ട് കാളിയാ പോരെ മക്കളെ, ഇതൊക്കെ വരാൻ എളുപ്പമുണ്ടല്ലോ. പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് മോളെ ഇപ്പം ഞങ്ങൾ കുട്ടീനെ കൊണ്ടോട്ടെട്ടോ. നല്ല മോളല്ലേ? ആയിക്കോട്ടെ. സൗദ അതിന് സമ്മതിച്ചു. ഹഫ്സ പറഞ്ഞു, സൗദ ഇനി കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് കരയോ? എടി ഹഫ്സ, അങ്ങനെ പറയുകയാണെങ്കിൽ ഇതാ എന്നാൽ എൻ്റെ ഈ നമ്പർ എന്നാണ്ട് എഴുതിക്കോ. എൻ്റെ അടുത്ത് ഉണ്ടോ? ആ ഉണ്ട്. ആ ആയിക്കോ എന്നാണ്ട് കുത്തി വിളിച്ചാലേ അപ്പം അവിടെ എത്തും കുട്ടിനേറ്റ്. മനസ്സിലായല്ലോ? ആയിഷുമ്മ അതാ. അങ്ങനെ പറഞ്ഞപ്പോൾ സൗദക്കും ഹഫ്സക്കും സന്തോഷമായി. എന്നാൽ അതാ കുഞ്ഞിനെ ഐഷുമ്മ വാങ്ങുന്നു. എന്നാൽ ഞങ്ങൾ കൊണ്ടോട്ടെട്ടോ, ഇൻഷാ അല്ലാ ഞങ്ങൾ വരണ്ട്. മിസിരിയുടെ കൈകളിലേക്ക് കൊടുത്തു. മിസിരിയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കിട്ടിയപ്പോൾ മിസിരിക്ക് ഒത്തിരി സന്തോഷമായി. അത് കുഞ്ഞിനെ അവൾ വാരി പുണർന്നു. കാരണം മിസിരിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. കുറച്ച് ദിവസമായി നവാസ് ഖാൻ്റെ കുഞ്ഞിനെ, അതായത് സൗദയുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കുന്നതും കെയർ ചെയ്യുന്നതും അവളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവൾ അതിനെ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ അവൾക്ക് ആകെപ്പാട് ടെൻഷനായി പോയിരുന്നു. പഠിച്ചവനെ, ഈ കുഞ്ഞ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഓർത്ത്. അങ്ങനെ എന്തൊക്കെ തന്നെയായാലും അതാ മിസിരി കുഞ്ഞിനെയും കൊണ്ട് അതാ കാറിലേക്ക് കയറുന്നു. എടി സൗദ മോളെ, ഞങ്ങൾ പോയിട്ട് വരട്ടോ. ഹഫ്സ മോളെ, മക്കളെ, നല്ല മക്കളായി നിൽക്കണം കേട്ടോ. നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറണം കേട്ടോ. അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കട്ടെ കേട്ടോ. എന്നാൽ ആ പിതാവ് പറഞ്ഞു, ഐഷുമ്മ, നിങ്ങൾ ഈ സ്നേഹവും കരുതലും കാണുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് തോന്നുകയാണ്. അവൻ്റെ അഫ്സയൊക്കെ ഇവൾ പിടിച്ചു വലിച്ച് പുറത്തിട്ടതായിരുന്നു ആ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ആ വീട്ടിലേക്ക് ഞാൻ അഫ്സനെയും കൊണ്ട് കയറണോ ഐഷുമ്മ? അതൊക്കെ വലിയ പ്രശ്നമാവൂലേ? പിന്നെ അതിൻ്റെ മോണ്ടാക്കിയ വീടാണ്. അതുകൊണ്ട് തന്നെ സൗദൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ വീടുമാണ്. അപ്പോൾ പിന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ഓളയിൽ കേട്ടിട്ടെ, അതല്ലേ വേണ്ടത്. അല്ലാതെ അവകാശമില്ലാത്തവരൊന്നല്ലേ കയറ്റേണ്ടത്. അതൊന്നും ഓൾക്ക് വീടുണ്ടല്ലോ അവിടെ. കുഞ്ഞിക്കതിയൊക്കെ നിങ്ങളെ പഴയ തറവാട്ടൊക്കെ ഉള്ളുന്നോട്ടെ. പഴയ തറവാട് അവിടെ പൊളിച്ചിട്ടൊന്നുമില്ലല്ലോ. അതിലൊക്കെ ഓള് നിൽക്കുക അറിയില്ല. അതിൽ നിന്നോട്ടെ. പിന്നെ നോക്കട്ടെ, ഏതായാലും ഒരു 3-4 വർഷം ഇനിയിപ്പോൾ അവിടെ ജയിലിൽ കിടക്കുമല്ലോ. അതന്നെ. അപ്പോൾ നിങ്ങളെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് നല്ലത്. എന്നാൽ ആ പിതാവ് കണ്ണീരൊഴുക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങൾ കുട്ടിനെ കൊണ്ടോട്ടെട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ എപ്പോൾ കാണണം തോന്നിയാലും ആ നേരത്തെ ഇവിടെ എത്തുട്ടോ. എന്നാൽ അഫ്സ പറഞ്ഞു, സൗദ കാണണം എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ എത്തി. അതാണ്ടി പറഞ്ഞത്, പഠിച്ചവൻ്റെ കള്ളാണ്. ഒക്കെ പഠിച്ച റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ മക്കളെന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ. അല്ല ചായ വെള്ളമൊന്നും ചായ അല്ല മോളെ, അല്ലമ്മ, ഒരു 1/2 ഗ്ലാസ് ചായ. എന്നാൽ അതാ ഉപ്പ പറഞ്ഞു, മക്കൾ നിങ്ങൾ ഇവിടെ ഏറ്റവും വന്നിട്ട് 1/2 ഗ്ലാസ് ചായ കൂടെ കുടിച്ചാൽ എന്നാൽ ഷാമോനെ 1/2 ഗ്ലാസ് കുടിച്ച് പോയി. നമുക്ക് അത്ര നമ്മൾ നിർബന്ധിക്കും ഒന്നും മാണ്ടിയിട്ടല്ല മക്കളെ. നിങ്ങൾ ഓൽക്ക് എന്താ വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കി. അപ്പോൾ തന്നെ അതാ ഹഫ്സ അവർക്ക് ചായ ഉണ്ടാക്കി. മോളെ ഞങ്ങൾ കുടിച്ച് നീച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ അത് അവർ കുറേശ്ശെ ചായയൊക്കെ കൊടുക്കണം. മക്കളെ പോയിട്ട് വരട്ടെ, നമുക്ക് നുസിനെ കോളേജൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇൻഷാ അല്ലാ ഇവിടെ നമുക്ക് അങ്ങോട്ട് മാറട്ടാ. ഈ കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ നല്ല സൗകര്യമൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അത് ഐഷുമ്മ സലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ സൗദ അത് നോക്കി നിൽക്കുന്നു. ഐഷുമ്മ പോകുന്നത് എന്തെന്നറിയില്ല. ഐഷുമ്മയോട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളും നവാസ്കയോട് ചെയ്തതൊക്കെ അവളുടെ മനസ്സിലേക്ക് വന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്നാൽ അഫ്സ ചോദിച്ചു, എന്താ മോളെ കരയുന്നത്? ഒന്നുമില്ല, ഞാൻ എത്രയോ അവരൊക്കെ കഷ്ടപ്പെടുത്തിക്കണ്, അതാണ്. സാരല്ല മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു ജീവിതം നീ നയിക്കാൻ നോക്കണം കേട്ടോ. അങ്ങനെ അതാ അവർ പോകുന്നു പുത്തൻ വീട് തറവാട്ടിലേക്ക്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, മോനെ ഷാമോനെ, ഏതായാലും ഓൾക്ക് ഇപ്പോൾ ഒരു മനസ്സൊക്കെ അനുകമ്പയൊക്കെ ഉണ്ടല്ലേ? അതേ ഉമ്മ, കുറേ കഴിയുമ്പോൾ ശരിയാകും. മുസ്ലിം തങ്ങളോട് പ്രത്യേകം ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. കാരണം നവാസ്കാക്കും സമാധാനമല്ലോ ഇല്ലല്ലോ എങ്ങനെ ആകുമ്പോൾ. രണ്ടാളാണെങ്കിലും നല്ല രീതിയിലായി കഴിഞ്ഞാൽ സമാധാനമാണല്ലോ. അതേ മോനെ,
ഏതായാലും ഹൈറാട്ടെ. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അത് അവർ പുത്തൻ വീട് തറവാട്ടിലേക്ക് എത്തുന്നു. നുസൈബ മാറ്റി നിൽക്കുന്നു. മിസിരിയെ, മോളിറങ്ങാണോ? ഉമ്മ ഞാൻ. മോളിരുന്നോ, ഇതിലെന്താ, നമുക്ക് രണ്ടാക്കും വർത്താനം പറഞ്ഞ് പോവാലോ കേട്ടോ. അങ്ങനെ അതാ നുസൈബ ഹിജാബ് ധരിച്ചുകൊണ്ട് അവളുടെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അങ്ങനെ അതാ ഷമ്മാസും ഉമ്മയും മിസിരിയും അതാ അവരെ കൊണ്ടാക്കുന്നു. എന്നാൽ കൂട്ടത്തിൽ ഐഷുവും കയറിയിരുന്നു. അവർ അതാ നുസൈബയുടെ കോളേജിലേക്ക്. ഐഷുമ്മ നുസൈബയുടെ കോളേജ് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അതാ ഐഷുമ്മയും ഇത്തവണ നുസൈബയുടെ കോളേജ് കാണാൻ പോകുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, ഐഷുമ്മയുടെ മനസ്സിൽ അതാണ്, എത്രയും പെട്ടെന്ന് ആ വീടിൻ്റെ കാര്യം റെഡിയാക്കിയിട്ട് അതെ ഹഫ്സയെയും ഉപ്പയെയും മക്കളെയും സൗദയെയൊക്കെ അതിനുള്ളിലേക്ക് കയറ്റണം എന്നതായിരുന്നു. പുത്തൻ വീട് തറവാട്ടിലേക്ക് കൊണ്ടുവന്നാൽ സൗദയുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും എന്നുള്ളതും ഉമ്മാക്ക് തോന്നി. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ ഐഷുമ്മ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. ഇനി 2 കാര്യം കൂടി ഐഷുമ്മക്ക് ആഗ്രഹമുണ്ട്. അതെ പഠിച്ചോനെ അല്ലാ, എൻ്റെ ഫൈസലിൻ്റെയും മുന്താസിൻ്റെയും കല്യാണം ഒന്ന്, പിന്നെ എൻ്റെ മിസിരിൻ്റെയും എൻ്റെ കുഞ്ഞുവിൻ്റെയും കല്യാണം കൂടിയും കഴിഞ്ഞാൽ റബ്ബേ ഞാൻ കണ്ണടച്ചാലും എനിക്ക് കുഴപ്പമില്ലല്ലാ റഹ്മാൻ. ഇതൊക്കെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി നീ ആക്കി തീർത്തല്ലോ പഠിച്ചോനെ. എന്നിട്ട് ചിന്നെ കൊണ്ടേക്ക് റഹ്മാൻ, അതുവരെയുള്ള ആയുസ് എനിക്ക് കൊണ്ട റഹ്മാനെ. ആയുഷുമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു ആ കാറിൽ നിന്ന്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.